നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൂഫികൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു പാമ്പും കോണിയും കളിയെക്കുറിച്ച് അറിയാമോ? സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കോണിയും കളി നമുക്കെല്ലാം പരിചയമുള്ള ഒരു ബോർഡ് ഗെയിമാണ്. ആധുനിക ജീവിതത്തിൻ്റെ ഉയർച്ചാ താഴ്ചകളെ സൂചിപ്പിക്കുന്ന ഒരു രൂപകം അതിലുള്ളത് കൊണ്ടാവണം അത് ഇത്ര പോപ്പുലറായത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൂഫികൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു പാമ്പും കോണിയും കളിയെക്കുറിച്ച് അറിയാമോ? പാമ്പും കോണിയും കളിയുടെ ഉത്ഭവം മധ്യകാല ഇന്ത്യയിലാണ് എന്ന് കരുതപ്പെടുന്നു. മോക്ഷപഥ് എന്നറിയപ്പെട്ടിരുന്ന ഈ കളി പിൽക്കാലത്ത് മുഗൾ ഓട്ടോമാൻ സാമ്രാജ്യങ്ങളിലും പ്രചരിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള കൊളോണിയൽ ഭരണാധികാരികളാണ് ഈ ഗെയിം ഇംഗ്ലണ്ടിൽ പരിചയപ്പെടുത്തിയത്. മുമ്പ് ഹിന്ദു, ബുദ്ധ, ജൈൻ പാരമ്പര്യങ്ങളിലെല്ലാം ഈ കളിക്ക് ഒരു ആത്മീയമായ മാനം ഉണ്ടായിരുന്നു. ഒരു നൈതികമായ അധ്യയന രീതിയിൽ കൂടിയാണ് അത് നിലനിന്നിരുന്നത്. ആ ഘടകങ്ങളെയെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന പാമ്പും കോണിയും കളിയിലേക്ക് ആധുനിക കാലത്ത് അതിന് രൂപമാറ്റം സംഭവിക്കുന്നത്. ഈ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് സൂഫികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കളിയെ നാം മനസ്സിലാക്കേണ്ടത്. ഷദ്റഞ്ച അൽ ആരിഫീൻ എന്ന് അറബിയിലും ഷദ്റഞ്ച ഇ ഉറഫ എന്ന് പേർഷ്യനിലും തുർക്കിഷിലും ഈ കളി അറിയപ്പെട്ടിരുന്നു. ഷദ്റഞ്ച എന്നാൽ ചതുരംഗപ്പലക എന്നാണ് അർത്ഥം. ആരിഫ് എന്നതാകട്ടെ അറിവിനെ, പ്രത്യേകിച്ച് ഉൾക്കാഴ്ചയിലൂടെ നേടുന്ന അറിവിനെ സൂചിപ്പിക്കുന്നു. ആരിഫുകളുടെ ചതുരംഗപ്പലക എന്ന ഈ പേര് തന്നെ കളിയുടെ ആത്മീയമായ മാനത്തെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാവണം മുസ്ലിം ലോകത്ത് ഈ കളിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ഇബ്നു അറബിയാണ്. ഈ കളിയിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പദങ്ങൾ ഇബ്നു അറബി സ്കൂളിൽ നിന്ന് ഉത്ഭവിച്ച സൂഫി തത്വചിന്തയോട് ബന്ധപ്പെട്ടിരിക്കുന്നതും ഒരു പ്രധാന കാരണമാവാം. 1800-കളിൽ ഡൽഹി അജ്മീർ മേഖലയിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയും ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയത്തിൽ ഇന്ന് സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന 2 മാതൃകകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നാം സംസാരിക്കുന്നത്. ഇന്ത്യൻ സൂഫി പാമ്പും കോണിയും കളിയുടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയ മാതൃക ഇതാണ്. പുതിയതായി തരീക്കത്തിൽ ഇറങ്ങുന്ന സൂഫി ദർവീഷിൻ്റെ യാത്രയാണ് ഈ കളിയുടെ പ്രധാനപ്പെട്ട പ്രമേയം. പാമ്പ് ആത്മീയ വഴിയിലെ പതനത്തെയും കോണി ആത്മീയമായ ദ്രുതഗതിയിലുള്ള വളർച്ചയെയും കാണിക്കുന്നു. ബോർഡിലെ ഓരോ കള്ളിയും ഓരോ മക്കാമുകളും ഓരോ അവസ്ഥകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് കോളം 1 ഉണ്മയ്ക്ക് മുമ്പുണ്ടായിരുന്ന കാലം, അതുപോലെ കോളം 2 ജനനം എന്നിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലക്ഷ്യസ്ഥാനം മുകൾ ഭാഗത്ത് ആർക്കിടെക്ചറൽ മാതൃകകളാൽ അലങ്കരിച്ച അർഷ് അഥവാ പടച്ചവൻ്റെ സിംഹാസനം. ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന്, ജനനത്തിൽ നിന്ന് അങ്ങനെ തുടങ്ങുന്ന യാത്ര ഒടുവിൽ പടച്ചവനിൽ തന്നെ ചെന്നു ചേരുന്നതുവരെയുള്ള ദർവീഷിൻ്റെ യാത്ര. ദുരാഗ്രഹം, അസൂയ, അവിശ്വാസം എന്നിങ്ങനെ നിരവധിയായ പാമ്പുകളാണ് വഴിനീളെ അയാൾക്ക് വെല്ലുവിളിയായി ഉള്ളത്. ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴ്ത്തിക്കളയുന്ന ഡയഗണലായിട്ടുള്ള 2 പാമ്പുകളെ ഇവിടെ കാണാം. ഒന്ന് അഹംഭാവമാണ്. അത് ആത്മീയ യാത്രികനെ കോപത്തിൻ്റെ ഏറ്റവും താഴെയുള്ള കള്ളിയിലേക്ക് തള്ളി വീഴ്ത്തുന്നു. മറ്റൊന്ന് അവസാനത്തെ സ്റ്റെപ്പിന് തൊട്ടു മുമ്പുള്ള കള്ളിയിൽ ഷെയ്ത്താനാണ്. അത് യാത്രികനെ ഏറ്റവും താഴെയുള്ള ശാരീരിക ഇച്ഛകളുടെ കള്ളിയിലേക്ക് താഴ്ത്തുന്നു. ദൈവിക സന്നിധിയിലേക്ക് ചെന്നെത്തുന്ന ഏറ്റവും അവസാനത്തെ പാദത്തിലും ഷെയ്ത്താൻ ആത്മീയ യാത്രികനെ വശംവദനാക്കാൻ, പ്രലോഭിപ്പിക്കാൻ പതിയിരിക്കുന്നതിനെ ഇത് കാണിക്കുന്നു. ആത്മീയമായ ഉയർച്ച പ്രദാനം ചെയ്യുന്ന കോണികളാണ് ഈ ബോർഡിൽ കാണുന്ന മറ്റൊരു എലമെൻറ്റ്. ഉദാഹരണത്തിന് സ്വാലിഹായ നല്ലവരായ സഹയാത്രികരുടെ കള്ളിയിൽ നിന്ന് കോണി ഒരാളെ നല്ല അമലുകളുടെ, സൽക്കർമ്മങ്ങളുടെ കള്ളിയിലേക്ക് ഉയർത്തുന്നു. അതുപോലെ യക്കീൻ, അത് വിലായത്തിൻ്റെ കള്ളിയിലേക്ക് ചവിട്ടുപടി നൽകുന്നു. ദൃഢമായ അറിവും വിശ്വാസവും നേടിയെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന സൂഫി സാങ്കേതിക പദമാണ് യക്കീൻ. ഫണ എന്നത് അള്ളാഹുവിൽ വിലയം പ്രാപിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സൂഫി സാങ്കേതിക പദമാണ്.
ഇവിടെ ഫണായുടെ കള്ളിയിൽ നിന്നും ഏറ്റവും അവസാനത്തെ കള്ളിയിലേക്ക് നേരിട്ടൊരു കോണിപ്പടി കാണാം. ഷദ്റഞ്ച അൽ ആരിഫീൻ എന്ന ഈ പാമ്പും കോണിയും കളി കേവലം ഒരു കളി എന്നതിലുപരി ആത്മീയ സഞ്ചാരത്തിൻ്റെ ഉയർച്ചാ താഴ്ചകളെ മനസ്സിലാക്കാൻ ആ വഴിയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് അതിന് ആവശ്യം വേണ്ട ധാർമ്മിക മുറകളെയും ആത്മ നിയന്ത്രണങ്ങളെയും മനസ്സിലാക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന വിധം ആത്മീയ സഞ്ചാരത്തിൻ്റെ ഒരു മാപ്പ് എന്ന നിലയിൽ കൂടിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം. ആത്മീയ പരിശീലനത്തിൻ്റെ ഭൂപടം എന്ന നിലയിൽ നിന്ന് കേവലമായ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ബോർഡ് ഗെയിമായി രൂപാന്തരപ്പെട്ട രസകരമായ ചരിത്ര സഞ്ചാരത്തിൻ്റെ കഥയാണ് സ്നേക്ക് ആൻഡ് ലാഡർ എന്നുള്ളത്.